Arunstravelviewയിലേക്ക് സ്വാഗതം. കുട്ടനാടിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് മീൻ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. പാടങ്ങളൊക്കെ വറ്റിക്കുന്ന സമയമായതുകൊണ്ട് ധാരാളം മീൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പാടത്തെ വെള്ളമൊക്കെ വറ്റിച്ച് വരമ്പൊക്കെ തിരിച്ച് നിലം നന്നായി ഒരുക്കിയിട്ടിട്ടുണ്ട്. നെല്ല് വിതയ്ക്കാൻ തയ്യാറായി കിടക്കുകയാണ് പാടങ്ങൾ. ബാക്കിയുള്ളവ ട്രില്ലർ ഉപയോഗിച്ച് നിലം തയ്യാറാക്കുന്നതാണ് ഈ കാണുന്നത്. ധാരാളം കൊക്കുകളുണ്ട് അവരെ സഹായിക്കാൻ. ആറുകളിലും തോടുകളിലുമൊക്കെ നിറയെ വെള്ളമുണ്ട്. കളിവെള്ളം മഴ നനയാതെ മൂടി വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. മീൻ പിടിച്ചിട്ട് വന്ന വലക്കാരുടെ കയ്യിൽ നിന്നും നല്ല പെടയ്ക്കുന്ന കരിമീൻ തന്നെ അങ്ങ് മേടിച്ചു. മീൻ നന്നായി വെട്ടി ഒരുക്കി മസാലയൊക്കെ തേച്ച് കുറച്ചു നേരം ഫ്രീസറിൽ വെച്ചു. സവോളയും തക്കാളിയും കരിയാപ്പലയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കുഞ്ഞായി അരിഞ്ഞെടുത്തു. ഗ്രേവിക്കായി അരിഞ്ഞെടുത്ത പച്ചക്കറിയുടെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് ഗ്രേവി തയ്യാറാക്കുന്നത്. സ്വിമ്മിലിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം മസാല പിടിപ്പിച്ച് വെച്ച മീനെടുത്ത് നമുക്ക് വറക്കാനിടാം. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയില്ല. മീൻ വറുത്തെടുത്ത് വഴറ്റിയെടുത്ത വാഴയിലയിൽ വെച്ച് ഗ്രേവിയോട് കൂടി കെട്ടാക്കി എടുക്കണം. എന്നിട്ടത് ഒരു 5 മിനിറ്റ് പാനിൽ വെച്ച് മൂടി വേവിച്ച് ഇതുപോലെ എടുക്കണം. അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആ വാഴയിലേക്ക് അങ്ങോട്ട് തുറന്നു വരുമ്പോഴുള്ള മണം സൂപ്പറാണ്. അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് തിന്നാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പർ, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈസിയാണ്, നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.